എന്താ സംഭവിച്ചതൊന്നും ആരുമൊന്നും പറയുന്നില്ല. അവിടെ ഒരു പാരിസ്ഥിതിക പ്രശ്നം എന്താ മണ്ണിടിച്ചിലുണ്ടായിട്ടില്ല, അവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. ആസാദ് മുപ്പനം മെഡിക്കൽ കോളേജ് എടുക്കാമെന്നുള്ള തീരുമാനങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററുകൾ നിശ്ചലമായി കിടക്കുന്നു, മെഷീനറികളൊന്നും പ്രവർത്തിക്കുന്നില്ല. അവിടെ വരുന്ന രോഗികളെ മറ്റിടങ്ങളിലേക്ക് റെഫർ ചെയ്യും. മാലിദ്വീപിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 10-15 വർഷമായിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ഇൻകം എന്ന് പറയുന്നത് ടൂറിസമാണ്. അവിടുത്തെ ടൂറിസം കണ്ടു കഴിയുമ്പോൾ നമ്മളിവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. നമുക്ക് കുടിലുകളുടെയും ഓരോ വീടുകളുടെയും ഓരോ പാവപ്പെട്ട രോഗികളുടെയും വികലാംഗരുടെയും സ്ഥിതി നമുക്കറിയാൻ കഴിയില്ല. വയനാട് യഥാർത്ഥത്തിൽ ഇനിയും വികസിക്കും ടൂറിസം മേഖലയിൽ. അതെ, 10 വർഷം കിട്ടിയില്ലേ. ഇനി വയനാടിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ കോളേജാണ്. ശരിക്കും മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു പേര് മാത്രമാണ് എന്നാണ് എല്ലാവരും പറയുന്നത്, ഇൻക്ലൂഡിങ് ഞാനും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നിരിക്കും. കാരണം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ പോലും ഇപ്പോൾ ലഭിക്കുന്നില്ല. അത് അവിടെ ഡോക്ടർമാരുടെ സൗകര്യമില്ല, ഈവൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും ഒരു സൗകര്യമില്ല. അവിടെ വരുന്ന പേഷ്യൻസിനെ എല്ലാവരെയും റെഫർ ചെയ്യുന്നത് മറ്റു ഹോസ്പിറ്റലിലേക്ക്, പ്രത്യേകിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വരെ റെഫർ ചെയ്യുന്നു എന്നുള്ളൊരു പരാതി വരുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? അല്ല, ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് 2012 UDF ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. മെഡിക്കൽ കോളേജ് ഇല്ലാത്ത ജില്ലകളിൽ ഇപ്പോൾ വയനാടും അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടു. മടക്കിമറയിൽ 50 ഏക്കർ ഭൂമിയും കണ്ടെത്തി. 50 ഏക്കർ ഭൂമി കുറഞ്ഞത് വേണം എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് ദേശീയ മെഡിക്കൽ ബോർഡിൻ്റെ ഒക്കെ റൈറ്റ്. അതിലേക്കുള്ള റോഡ് പണിയും ആരംഭിച്ചല്ലോ അന്ന്. ഉമ്മൻചാണ്ടിൻ്റെ തറക്കല്ലിട്ടു മെഡിക്കൽ കോളേജിൻ്റെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷം അവിടെ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന നിർദ്ദിഷ്ട ഭൂമിയിലോട്ട് പോകുന്ന റോഡിൻ്റെ തറക്കല്ലിടൽ കർമ്മം അവിടെ ശൈലജ ടീച്ചർ നിർവഹിച്ചു. റോഡ് പണി നടന്നു. പിന്നെ എന്താ സംഭവിച്ചതൊന്നും ആരുമൊന്നും പറയുന്നില്ല. അത് രാഷ്ട്രീയ കളിയാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ കളി എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് എതിർക്കണം അല്ലെങ്കിൽ UDF എതിർക്കണം, ഇല്ലല്ലോ. രാഷ്ട്രീയ കളിയാന്ന് പറയാൻ വേണ്ടി ഈ ഭരണകക്ഷികൾ എന്തുകൊണ്ടാണ് ആ ഭൂമിയിൽ മെഡിക്കൽ കോളേജ് പണിയാതെ അത് അവിടെ സ്ഥാപിക്കാതെ മറ്റു ചില ചിന്തകൾ ചിന്തിച്ചത് എന്ന് പറയേണ്ടത് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പാർട്ടിയാണ്. ഭരിക്കുന്ന പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റാണ് പറയേണ്ടത്. അവിടെ ഒരു പാരിസ്ഥിതിക പ്രശ്നം എന്താ മണ്ണിടിച്ചിലുണ്ടായിട്ടില്ല, അവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. വളരെ നിശബ്ദമായ ഏരിയ, നല്ല ക്ലൈമറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണ് ആ 50 ഏക്കർ ഭൂമി. അത് വെറുതെ എടുത്തല്ലോ ഉമ്മൻചാണ്ടി. അവിടെ ഇതിൻ്റെ എക്സ്പേർട്ട് അംഗങ്ങളൊക്കെ വന്ന് പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷമാണല്ലോ ആ ഭൂമി കൈമാറിയത്. ശ്രേയംസ് കുമാറിൻ്റെ ഒക്കെ കുടുംബം കൈമാറിയത്. പിന്നീട് ആ ഭൂമി ഒഴിവാക്കാൻ കാരണം എന്താണെന്നുള്ളത് ഇന്നും ഞങ്ങൾ പലവട്ടം ചോദിച്ചു. നിയമസഭയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, മറുപടിയില്ല. മെഡിക്കൽ കോളേജ് വയനാട്ടിൽ വേണം. അതിനുശേഷം ചേരോട് എസ്റ്റേറ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തു. ചേരോട് എസ്റ്റേറ്റ് മന്ത്രിമാർ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്, ശൈലജ ടീച്ചർ ഒക്കെ പരിശോധിച്ചു. ആസാദ് മുപ്പനം മെഡിക്കൽ കോളേജ് എടുക്കാമെന്നുള്ള തീരുമാനങ്ങളിൽ പോയി, അതും നടന്നിട്ടില്ല. ഒന്നും നടക്കാതെ വന്നപ്പോൾ മാനന്തവാടി ജില്ലാ ആസ്പത്രി മെഡിക്കൽ കോളേജായിട്ട് ഉയർത്തി. പക്ഷേ ഞാൻ ചോദിച്ചു, ഒരു ജില്ലാ ആസ്പത്രിയും മെഡിക്കൽ കോളേജും ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യേണ്ടതാണോ? അല്ല. മെഡിക്കൽ കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റ് ബ്ലോക്കും കോളേജും രണ്ടും രണ്ടായി വെക്കാൻ പറ്റുമോ? ഒരു സമുച്ചയത്തിൽ വേണ്ടേ? അപ്പോൾ അവിടെ ഡോക്ടർമാരില്ല എന്ന് പറയുന്നു, ഓപ്പറേഷൻ തിയേറ്ററുകൾ നിശ്ചലമായി കിടക്കുന്നു, മെഷീനറികളൊന്നും പ്രവർത്തിക്കുന്നില്ല. അവിടെ വരുന്ന രോഗികളെ മറ്റിടങ്ങളിലേക്ക് റെഫർ ചെയ്യുകയാണ്. അപ്പം ഇതൊക്കെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി എന്താ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുക. ആരാ മറുപടി പറയേണ്ടത്? ഞാൻ മന്ത്രി കേളുമായിട്ട് ഇതുവരെ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ മന്ത്രി കേളു പറഞ്ഞ്, അതായത് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് അടച്ച് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമല്ല, അതിന് കുറച്ച് സമയം പിടിക്കും. അവരുടെ ഭാഗത്തു നിന്നും, അതായത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ജസ്റ്റ് വന്നിട്ട് ഒരു തറക്കല്ലിട്ടതിന് ശേഷം അവർ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചെയ്തതെല്ലാം ഇപ്പോഴത്തെ ഇടത് സർക്കാരാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പദ്ധതികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. കാത്ത് ലാബും കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഗ്രാജുവൽ പ്രോസസ്സിലൂടെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ചിന്തിക്കേണ്ടത്
BS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് 5 വർഷം കേരളം ഭരിച്ചു. ഒരു മെഡിക്കൽ കോളേജ് എന്നൊരു ആശയം ആ ഗവൺമെൻറ് വയനാട്ടിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടിയാണല്ലോ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചത്. വെറുതെ അല്ലല്ലോ, ബഡ്ജറ്റിലല്ലേ പ്രഖ്യാപിച്ചത് കേരള നിയമസഭയിൽ. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ മെഡിക്കൽ കോളേജിന് 50 ഏക്കർ ഭൂമി കണ്ടെത്തി. എത്ര ഭൂമി വെറുതെ കണ്ടെത്തല, കണ്ണടച്ച് തുറക്കുമ്പോൾ ഭൂമി കണ്ടെത്തല അല്ലല്ലോ. ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആദ്യം ഭൂമിയാണ് കണ്ടെത്തേണ്ടിയിരിക്കേണ്ടത്. ആ ഭൂമി കണ്ടെത്തിയ ശേഷമാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നത്. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മെഡിക്കൽ കോളേജും ഭൂമിയുമായുള്ള പല കമ്മിറ്റികളും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെ എല്ലാവരെയും വിളിച്ചിരുത്തി സംസാരിച്ച് അതിൻ്റെ ഡിസ്പ്യൂട്ടൊക്കെ പരിഹരിച്ച് ഉമ്മൻചാണ്ടി SKMJ ഹൈസ്കൂളിൽ വന്ന് തറക്കല്ലിടുന്നത്. അങ്ങനെ വെറും തറക്കല്ലാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ നിർദ്ദിഷ്ട ഭൂമിയിലേക്കുള്ള റോഡിൻ്റെ തറക്കല്ല് ശൈലജ ടീച്ചർ ഇട്ടത്? ആ ശൈലജ ടീച്ചർ ഇട്ട തറക്കല്ല് അവിടെ ഉണ്ട്. ഇപ്പോൾ റോഡ് മൺപണി കഴിഞ്ഞു, തുടങ്ങാൻ പാടുണ്ടോ? പിന്നെ എന്തിനാണ് അവിടുന്ന് ഒഴിവാക്കിയത് എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനല്ലേ മറുപടി പറയേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, മാനന്തവാടി 8 ഏക്കർ 5 ഏക്കർ ഭൂമിയിൽ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല. എന്താണ് ഈ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാലുള്ള സംവിധാനം? അതൊട്ടും പ്രായോഗികമല്ല എന്നുള്ളതാണ്. ഈ കണ്ണടച്ച് തുറക്കുമ്പോൾ മെഡിക്കൽ കോളേജ് ഉണ്ടാകില്ല എന്ന് വളരെ വ്യക്തമായി UDFനെ സംബന്ധിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് UDFന്റെ ഗവൺമെൻറ് കാലത്ത് മെഡിക്കൽ കോളേജിന് ഒരു ആശയം വന്നപ്പോൾ ആ ആശയവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിന് 50 ഏക്കർ ഭൂമി ആദ്യം കണ്ടെത്താമെന്ന് തീരുമാനിച്ചത്. ഭൂമി കണ്ടെത്തിയ ശേഷമാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് 940 കോടിയുടെ DPR ആരോഗ്യവകുപ്പ് മന്ത്രി ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയത്. അതൊക്കെ തയ്യാറാക്കിയതിന് ശേഷമാണ് ഈ ഭൂമിയുടെ രേഖ ഏറ്റുവാങ്ങിയത്. എവിടെ നിന്ന്? SKMJ ഹൈസ്കൂൾ പരിസരത്ത് നിന്നും. വെറുതെ അല്ലല്ലോ. പിന്നെന്തിനാ ചേലൂടേക്ക് പോയേ? പിന്നെന്തിനാ ആസാദ് മൂപ്പൻ മെഡിക്കൽ കോളേജിലേക്ക് പോയേ? പിന്നെന്തിനാണ് ലാസ്റ്റ് മാനന്തവാടി ആരംഭിച്ചത്? അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല, ഡോക്ടർമാരില്ല, രോഗികൾ വലയുന്നു. അപ്പം നിങ്ങൾക്കടക്കം ബോധ്യപ്പെട്ട കാര്യമാണല്ലോ. അപ്പം ഇതിന് പ്രതിപക്ഷമാണ് മറുപടി പറയേണ്ടത്. ഞങ്ങൾ നിയമസഭയിൽ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ പ്രതിസന്ധികൾ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ വ്യക്തമായ മറുപടികൾ പറയേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ് മറുപടി പറയേണ്ടത്. ഗവൺമെൻറ് മറുപടി പറയുമ്പോൾ അതിന് ഭാഗമല്ല ഇവിടുത്തെ മന്ത്രിക്കുകളും. കേവലം നമ്മളോട് കണ്ണ് തുറക്കുമ്പോൾ മെഡിക്കൽ കോളേജ് ഉണ്ടാകുമോ എന്നൊരു ചോദ്യത്തിന് ജനങ്ങളാണ് മറുപടി പറയുക. 10 വർഷം കിട്ടിയില്ലേ? 10 വർഷം കിട്ടിയില്ലേ? 2015 ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട് 10 വർഷം പൂർണ്ണമായി കിട്ടിയില്ലേ? മൃഗീയ ഭൂരിപക്ഷം കിട്ടിയില്ലേ? അപ്പോൾ ഉള്ളെടുത്ത് വെച്ച് ഉള്ള പോലെ സ്ഥാപിച്ച് മെഡിക്കൽ കോളേജിൻ്റെ ഒരു പേര് ജില്ലാ ആസ്പത്രിൻ്റെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജിൻ്റെ ഒരു ബോർഡ് വെച്ച് ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് ഗവൺമെൻറ് ചിന്തിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിന് തിരിച്ചടി വരും. ഞങ്ങൾ മെഡിക്കൽ കോളേജ് വയനാട് എന്നെ സംബന്ധിച്ച് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടും അല്ല റെയിൽവേയുമായി ബന്ധപ്പെട്ടും എയർ സ്ട്രിപ്പുമായി ബന്ധപ്പെട്ടും ടൂറിസത്തിൻ്റെ വലിയ പദ്ധതിയുമായി ഒരു പ്രാദേശിക വാദമില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്കാകെ ഒരു പ്രാദേശിക വാദം എന്താണ്? എൻ്റെ മണ്ഡലത്തിൽ സ്ഥാപിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇപ്പം ഞാൻ ജയിലിൻ്റെ പ്രപ്പോസൽ ഞാൻ കൊടുത്തു ബഡ്ജറ്റിൽ. ഞാൻ ഗവൺമെൻറ് കോളേജിൻ്റെ പ്രപ്പോസൽ കൊടുത്തു എൻ്റെ മണ്ഡലത്തിൽ പ്രാദേശികമായുള്ള വന്യമൃഗശല്യം ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഞാൻ ഒരുക്കുന്നുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ താലൂക്ക് ആസ്പത്രിയുടെ വികസനം യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചു. മെഡിക്കൽ കോളേജിനെക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കാൻ പറ്റിയ ഹോസ്പിറ്റലാക്കി മാറ്റി. എൻ്റെ മണ്ഡലത്തിൽ സ്കൂളുകൾ കെട്ടിടങ്ങളൊക്കെ ഏതാണ്ട് ഒരു നല്ല കെട്ടിടങ്ങളായി വന്നു. എൻ്റെ മണ്ഡലത്തിൽ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ 10-20ഓളം ബസ്സുകൾ ഞങ്ങൾ വാങ്ങിച്ചു. അതൊക്കെ എൻ്റെ പ്രാദേശിക ബാധ. അതേസമയം മെഡിക്കൽ കോളേജോ റെയിൽവേയോ എയർ സ്ട്രിപ്പിനൊന്നും പ്രാദേശികവാദം ഉണ്ടാക്കരുത്. ആ പ്രാദേശികവാദമാണ് ഈ മെഡിക്കൽ കോളേജിനെ ഇന്നും കഴുത്ത്
ഞെരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ നിങ്ങൾക്കറിയാലോ കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുന്നത്, കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുക. കാരണം അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ച് അത് യാതൊരു ഉപകാരവും ഇല്ലെന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു ഗവൺമെന്റ് കയറി വന്നു കഴിഞ്ഞാൽ, കോൺഗ്രസ് ഗവൺമെന്റ് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ അമ്പൂത്തിയിലേക്ക് സ്ഥലം മേടിച്ചു, അമ്പൂത്തിയിൽ 28 ഏക്കർ സ്ഥലം മേടിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അതല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ സ്ഥലത്തേക്ക് ചേഞ്ച് ചെയ്യുമോ, എന്തായിരിക്കും നിങ്ങളുടെ ഒരു? അല്ല, ഗവൺമെന്റ് വന്നതിന് ശേഷം ആദ്യം ഈ മെഡിക്കൽ കോളേജിന്റെ 10 വർഷത്തെ സ്ഥിതി എന്താ പരിശോധിക്കണ്ടേ? വെറുതെ പ്രഖ്യാപിക്കലല്ലോ, പരിശോധിക്കും. അവിടുത്തെ പൊതുജനങ്ങളുടെയും, അവിടെ ഉണ്ടല്ലോ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ജില്ലയിലുണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, വിവിധ സംഘടനകളുണ്ട്, വ്യാപാരികളുണ്ട്, ജനപ്രതിനിധികളുണ്ട്. ഇവർക്ക് അഭിപ്രായങ്ങൾ തേടണ്ടേ? സ്ഥാപിച്ചൊരു സാധനം പെട്ടെന്നൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ ഒരു വിവാദത്തിനിടയാവും രാഷ്ട്രീയപരമായി. അപ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിൽ മർമ്മം എവിടെയാണ് അത് കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ച് അങ്ങനെ അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാനേ കഴിയുള്ളൂ. അത് ഗവൺമെൻറ് ശ്രമിക്കും. ഓക്കെ. അടുത്തൊരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൂറിസമാണ്. ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടി ഓഫ് കേരള എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഗ്രീൻ പാരഡൈസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ അറിയപ്പെടുന്ന ഇത് ഇപ്പോഴും ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ആശയം എന്ന് പറഞ്ഞാൽ ലോക്കൽ വന്ന്, അതായത് കേരളത്തിൽ തന്നെയുള്ള കുറച്ച് പേരൂടെ വരികയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള കുറച്ച് പേര് വരികയോ അല്ല ടൂറിസം എന്ന് പറയുന്നത്. വിദേശികൾ എത്തുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ സാധിക്കുവാണെങ്കിൽ നമ്മുടെ വയനാട്ടിനെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു മേഖലയിലേക്ക് മാറ്റാൻ സാധിക്കും. ഞാൻ മാലിദ്വീപിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 10-15 വർഷമായിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ഇൻകം എന്ന് പറയുന്നത് ടൂറിസമാണ്. അവിടുത്തെ ടൂറിസം കണ്ടു കഴിയുമ്പോൾ നമ്മളിവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് നമുക്ക് പറയാൻ പോലും തോന്നൂല. അത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും? എന്താണ് പദ്ധതി ടൂറിസം? വയനാടിൻ്റെ ഭൂപ്രകൃതിയും ഇവിടുത്തെ ക്ലൈമറ്റുമൊക്കെ വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബീരബൽസി തമ്പുരാൻ്റെ പടയോട്ടത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ജില്ല എന്ന നിലയ്ക്ക് മാവിലാന്തോട് മുതലെടുത്ത് പരിശോധിക്കുമ്പോൾ പഴശ്ശിത്തമ്പുരാനുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ, ഈ ചരിത്ര വിദ്യാർത്ഥികളുണ്ടല്ലോ പഠിക്കാൻ വരുന്നത്, അവർക്കുള്ള പഴശ്ശിക്കുടീരം, മാവിലാന്തോട്, അതോടൊപ്പം തന്നെ എടച്ചനക്കുങ്കൻ്റെ തറവാട്, തലക്കൽ ചന്തുവിൻ്റെ അന്തിവിശ്രമം കൊള്ളുന്ന പനമരം ആൽമരച്ചോട്, ഇതൊക്കെ ഒരു ടൂറിസത്തിൻ്റെ ഒരു വലിയ ഹബ്ബായി മാറാൻ പറ്റുന്ന, ചരിത്ര ടൂറിസത്തിൻ്റെ ഹബ്ബായി മാറാൻ പറ്റുന്ന സംവിധാനമാണ്. മാത്രമല്ല നമ്മൾ ഓരോ മേഖലകളിലും കണ്ണോടിക്കുമ്പോൾ പ്രാദേശിക ടൂറിസം, ഇക്കോ ടൂറിസം, അങ്ങനെയൊക്കെ പൈതൃക ടൂറിസം, തീർത്ഥാടന ടൂറിസം, ഈ മേഖലകളിലൊക്കെ നമുക്ക് ജില്ലയെ ഒരു ഹബ്ബാക്കി മാറ്റാൻ കഴിയും. ഹബ്ബാക്കി മാറ്റണമെങ്കിൽ അങ്ങനെ മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ വയനാട് ടൂറിസം മേഖല വലിയ കണക്ടിവിറ്റിയും വികസനം ഉണ്ടാകും. അങ്ങനെ വികസനം ഉണ്ടാകുമ്പോഴാണ് ഇവിടുത്തെ കർഷകരെ നമുക്ക് സഹായിക്കാൻ കഴിയും. ഈ കർഷകരുമായി, ടൂറിസവുമായി ബന്ധപ്പെട്ട്, ട്രൈബലുമായി ബന്ധപ്പെട്ട്, ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുമായി ബന്ധപ്പെട്ടുള്ള വലിയ ടൂറിസം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. നെല്ലാർച്ചാൽ ആദിവാസി മേഖലയാണ്, നെല്ലാർച്ചാൽ വ്യൂ പോയിന്റ്, ഇടക്കൽ ഗുഹ, ചരിത്ര ഗുഹ, അമ്പലവയൽ ഹെറിറ്റേജ് മ്യൂസിയം, കരിന്തണ്ടൻ മൂപ്പൻ്റെ ചുരം കണ്ടെത്തലും അന്തിവിശ്രമം കൊള്ളുന്ന ലക്കിടി, അതോടൊപ്പം തന്നെ അവിടെ പൂക്കോടിലേക്ക്, ബാണാസുര സാഗർ, കുങ്കിച്ചര, തലപ്പുഴ മുനീശ്വരൻ കോവിൽ, ഇവിടെ തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി, തോൽപ്പെട്ടി, ഇക്കോ ടൂറിസം, അങ്ങനെ വന്ന് കുറുവാദ്വീപ് കഴിഞ്ഞ മാവിലാന്തോട്, ബത്തേരി ടൗൺ സ്ക്വയർ, മുത്തങ്ങ ഇക്കോ ടൂറിസം, അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് അമ്പലവയൽ പൂപ്പൊലി, മീൻമുട്ടി വെള്ളച്ചാട്ടം, അങ്ങനെ വന്നത് വീണ്ടും ചുറ്റി എവിടെ എത്തുന്നു? ലക്കിടിയിലേക്ക് എത്തുക. ഇവിടെയുണ്ടല്ലോ ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നതിന് വേണ്ടി കണക്ടിവിറ്റി. ഇങ്ങനെ വരുമ്പോഴാണ് ഇന്നത്തെ കാലാവസ്ഥ വ്യതിയാനം, ക്ലൈമറ്റ് ചേഞ്ച് ഭാഗമായി കർഷകർ വലിയ പ്രതിസന്ധിയിൽ നേരിടുമ്പോൾ ആ കർഷകർക്ക് പ്രതിസന്ധിയിൽ നിന്നും മറികടക്കാൻ കഴിയുന്ന, അവരുണ്ടാക്കുന്ന വിഭവങ്ങൾ, അവരുൽപ്പാദിപ്പിക്കുന്ന കൃഷികൾ, അവരെടുക്കുന്ന അതിൻ്റെ വിളവുകൾ, അതൊക്കെ ഈ മേഖല നല്ല പ്രോസസ്സിങ് സിസ്റ്റമായി
വരുന്ന വിദേശികൾക്ക്, വരുന്ന സഞ്ചാരികൾക്ക് അവർക്കൊക്കെ ഒരു പിന്നെന്താ പറയുക, ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കി ഒരു ഉപജീവന മാർഗം കണ്ടെത്തി ജീവിക്കാൻ കഴിയുന്ന സിസ്റ്റത്തിലേക്ക് ഇത് എത്തിക്കാൻ കഴിയും. അപ്പോൾ ജനങ്ങളും ടൂറിസവും, ഗവൺമെൻറ്റും ജനങ്ങളും ടൂറിസവും, ഗവൺമെൻറ്റും ജില്ലാ ഭരണകൂടവും ടൂറിസവും, പ്രാദേശിക ടൂറിസം, പരിസ്ഥിതിക്ക് കോട്ടം ചെയ്യാത്ത രൂപത്തിൽ പരിസ്ഥിതിയെ നിലനിർത്തിക്കൊണ്ട്, പ്രപഞ്ചത്തെ സംരക്ഷിച്ചുകൊണ്ട്, ജലാശയങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരു വലിയ ടൂറിസം ഹബ്ബാക്കി ഇത് മാറ്റാൻ കഴിയും. അത് കഴിയണമെങ്കിൽ എന്താ വേണ്ടത്? നമുക്ക് പദ്ധതി വിഭാവനം ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? ഒരു നിസ്സാര ഒരു കമ്മിറ്റിയൊക്കെ കൂടി കുറെ പ്രപ്പോസൽ വാങ്ങിച്ചിട്ട് കാര്യമില്ല. അതിൽ പ്രപ്പോസലിനനുസരിച്ചുള്ള പ്രയോറിറ്റൈസ് ചെയ്ത് പദ്ധതികൾ നടപ്പാക്കണം. ആ പദ്ധതികൾ ഇപ്പം മീൻമുട്ടി അടഞ്ഞു കിടക്കല്ലേ? അതെ, മീൻമുട്ടി എത്ര ആളുകൾ, ഒരു 10 വർഷം മുൻപ് ഒരു അപകടം ഉണ്ടായെന്ന് പറഞ്ഞത് അടഞ്ഞു കിടക്കുക മീൻമുട്ടി. കുറുബാദ്വീപ് നിയന്ത്രണം, ഇടയ്ക്കൽ നിയന്ത്രണം. ഇപ്പോൾ തലക്കൽ ചന്ദ്രൻ്റെ സ്മാരകം പണിയുന്ന നമ്മുടെ എന്നൂരിൽ നിയന്ത്രണം. എല്ലാ സ്ഥലത്തും നിയന്ത്രണങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഭാഗന നിയന്ത്രണം ഉണ്ടാകണം. ഭാഗന നിയന്ത്രണം ഉണ്ടാകേണ്ട ചുരത്തിലാണ്. ചുരം ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞല്ലോ. ചുരം ബ്ലോക്ക് വരാൻ കാരണം എന്താ? ടൂറിസ്റ്റുകൾ പാതി വഴിയിലും തിരിച്ചു പോവുക. ഇപ്പൊ മേള നടക്കുന്നുണ്ട്, നടവയിൽ ഫെസ്റ്റിവൽ കഴിഞ്ഞു, അമ്പലവയിൽ പൂപ്പൊലി നടക്കുന്നു, കൽപ്പറ്റ പുഷ്പമേള കഴിഞ്ഞു, വള്ളിയൂർക്കാവ് ഉത്സവം വരിക. ജനങ്ങളിങ്ങനെ ഒഴുകിയെത്തുകയാണ്. മാത്രമല്ല കർണാടക തമിഴ്നാട്ടിലേക്കുള്ള എൻട്രിയാണ് വയനാട്. പിന്നെ നാഷണൽ ഹൈവേ കോഴിക്കോട് കൊല്ലങ്കൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ നാഡി ധമനി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട റോഡാണ്. അതൊക്കെ അടഞ്ഞു കിടക്കുമല്ലേ? ഇതിലൊക്കെ ഇടപെടണമെങ്കിൽ എന്ത് വേണം? അതിന് വേണ്ട ഗവൺമെൻറ് സിസ്റ്റം വളരെ കൃത്യതയോടുകൂടി പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ്? അവരെ മാത്രമല്ല പ്രവർത്തിക്കേണ്ടത്, എല്ലാവരും കൂട്ടി യോജിപ്പിച്ച് ചർച്ചകൾ സംഘടിപ്പിക്കണം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ചുരം ബ്ലോക്ക് എന്ന് നേരത്തെ എന്നോട് പറഞ്ഞല്ലോ. കാരണം എന്താ? ചരക്ക് ലോറികൾ ഒരിക്കലും നമുക്ക് എതിർക്കാൻ പറ്റില്ല. ചരക്ക് ലോറികൾ വന്നാൽ മാത്രമേ നമുക്ക് ഭക്ഷ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാവുള്ളൂ. അതിനെന്താ വേണ്ടത്? ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നും കൊച്ചിയിലേക്ക് ലോഡ് വരുന്നുണ്ട്, ഡൽഹിയിൽ നിന്നും കോഴിക്കോടേക്ക് ലോഡ് വരുന്നുണ്ട്, വടക്കിന്ത്യയിലൊക്കെ വരുന്നുണ്ട്. ഏത് വഴിക്കൊക്കെ വരുന്നത്? ഈ ലോഡ് വരുന്നത് ഒന്ന് ബാംഗ്ലൂർ ഹൈവേയിൽ കൂടി വന്ന് ഗുണ്ടിൽപേട്ട വഴി ബത്തേരി വഴി ലക്കിടിക്ക് പോകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അത് എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഗുണ്ടിൽപേട്ടയിൽ നിന്നും മുതുമല വഴി റോഡ്, ആ ലോഡിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഗുണ്ടിൽപേട്ട വഴി ഗൂഡല്ലൂർ, നാടുകാണി, നിലമ്പൂർ വഴി കുറച്ച് ലോഡുകൾ കുറേ ലോഡുകൾ ഇതിലേയും വിടുക. ഭാവിയിൽ നിന്ന് വരുന്ന ലോഡ് ഇതിൽ നമുക്ക് വിടാൻ കഴിയും. അതിലേക്ക് കുറ്റ്യാടി വഴി പോകാൻ പറ്റുന്ന കപ്പാസിറ്റി ലോഡാണെങ്കിൽ അതുവഴി തിരിച്ചു വിടണം. അതോടൊപ്പം തന്നെ കുട്ട, ഗോണിക്കുപ്പ വഴി വരുന്ന ലോഡ് കുറ്റ്യാടി വഴി തിരിച്ചു വിടണം. പോകാൻ പറ്റുന്ന ലോഡ്, വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അതിൽ പോകാൻ പറ്റാത്ത വാഹനം വിടരുത്. അപ്പം അങ്ങനെയുള്ള രീതിയിലേക്ക് ഈ സിസ്റ്റം ആവിഷ്കരിച്ചാൽ, സംവിധാനം ഉണ്ടല്ലോ നമുക്ക്. നാടുകാണി ചുരമുണ്ട്, ലക്കിടി ചുരമുണ്ട്, താമരശ്ശേരി കുറ്റ്യാടി ചുരമുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തലശ്ശേരി ചുരമുണ്ട്. എല്ലാം ഞാൻ ഇപ്പോൾ തലശ്ശേരി ചുരത്തിലേക്ക് വണ്ടി കടത്തി വിടുക, കുറ്റ്യാടി വഴി വടകര ചെന്ന് ഹൈവേയിലേക്ക് കയറാം. അതേപോലെ നാടുകാണി വഴി ഇറങ്ങി നിലമ്പൂർ വഴി ടച്ച് ചെയ്തിട്ട് ഹൈവേയിലേക്ക് കയറാം. കോഴിക്കോട് നിന്ന് താമരശ്ശേരി വഴി. അപ്പോൾ 100 വാഹനമാണ് ഒരു റൂട്ടിൽ കൂടി പോകുന്നത്. ഇവിടെ താമരശ്ശേരി. അപ്പോൾ അവിടെ ബ്ലോക്ക് ആവും. അത് 3-4 ഭാഗങ്ങളിൽ കൂടി തിരിച്ചു വിട്ടാൽ ഈ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക. ആംബുലൻസ് പോലും കുടുങ്ങുമല്ലേ എന്ന് വെച്ചാൽ ചരക്ക് ലോറികളെ ഒരിക്കലും നിയന്ത്രണാടിസ്ഥാനത്തിൽ തടയാൻ പറ്റില്ല. അവർക്ക് സഞ്ചാരയോഗ്യമായ പാതകൾ ഒരുക്കി കൊടുക്കുന്ന രീതിയിലേക്ക് എത്തണമെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വിധേയമാകണ്ടേ? ആ ചർച്ചയ്ക്ക് വിധേയമാകേണ്ടത് ആരാ? ഇപ്പം നിലവിലുള്ള ഗവൺമെൻറ്, ജില്ലാ ഭരണകൂടങ്ങൾ അത് തയ്യാറാകുന്നില്ലെന്നുള്ളത്. അവിടെയാണ് നമ്മൾ ടൂറിസത്തിന് വരുന്ന കോട്ടങ്ങൾ.
നേട്ടങ്ങളേറെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ കോട്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വയനാട് യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയില്ല, വയനാട് യഥാർത്ഥത്തിൽ ഇനിയും വികസിക്കും ടൂറിസം മേഖലയിൽ. കണ്ണുകൊണ്ട് എവിടെയൊക്കെയോ നോക്കുന്ന അവിടെയൊക്കെ ടൂറിസമാണ്, സൗന്ദര്യവൽക്കരണങ്ങൾ. ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ പേരിലാണ്, അതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഏതൊക്കെ ടെക്നോളജികൾ ഉപയോഗിക്കണം ഇപ്പോഴത്തെ സാഹചര്യം, ആ ടെക്നോളജികളൊക്കെ വിഭാവനം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ടൂറിസം വികസനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. റിയൽ പൊളിറ്റിക്സിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതായത് ഓൾറെഡി നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞു കേരള ഗവൺമെൻറ് അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി മാറിയിട്ടുണ്ട്. അത് കേൾക്കുമ്പം സാധാരണ മലയാളിയായ എനിക്കും നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ്. പക്ഷേ ഈ സന്തോഷം പലപ്പോഴും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവർ പറയുന്നത് അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പക്ഷേ പിണറായി പറയുന്നു ഇത് റിയൽ സ്റ്റോറിയാണ്, കേരളത്തിൻ്റെ സ്റ്റോറിയാണ്. അപ്പം അതിന് എന്തുകൊണ്ടാണ് കോൺഗ്രസ് അംഗീകരിക്കാൻ സാധിക്കാത്തത്? ഞാനൊരു കാര്യം പറയട്ടെ. കോൺഗ്രസ് അത് അംഗീകരിക്കാത്തതിൻ്റെ കാരണം അതിദാരിദ്ര്യ മുക്ത കേരളമായി പ്രഖ്യാപിക്കുമ്പോൾ ചില നടപടിക്രമങ്ങളുണ്ട്. ഇപ്പോഴും നമ്മുടെ കൺമുമ്പിൽ, എൻ്റെ കൂടെ നിങ്ങൾ വന്നാൽ ഞാൻ കാണിച്ചു തരാം, ഇപ്പോഴും ഷീറ്റിട്ട് ചോറ് നൊലിക്കുന്ന 2 സെൻറ്റിലും 3 സെൻറ്റിലും ടോയ്ലറ്റ് പോലും ഇല്ലാതെ അന്തി ഉറങ്ങുന്ന കുടുംബങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവർ പറയുന്നതിൽ അങ്ങനത്തെ ഒരു മറുവാദമുണ്ട്. അതായത് കേരള ഗവൺമെൻറ് ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും അതുപോലെ താഴെത്തടയിലുള്ള എല്ലാവരോടും ഇത് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് 64,006 കുടുംബങ്ങളെയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ആ കുടുംബങ്ങളെല്ലാം മുക്തി പ്രാപിച്ചു എന്നാണ് അവർ പറയുന്നത്. തെറ്റാണ്. ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങളുടെ ഗവൺമെൻറ് വരട്ടെ. ഇപ്പം പറഞ്ഞല്ലോ അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് പ്രഖ്യാപിച്ചല്ലോ. അല്ല എന്ന് തെളിയിക്കാൻ ഞങ്ങളുടെ ഗവൺമെൻറ് വരട്ടെ. ഞങ്ങൾ സർവേ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇതിൽ കൂടുതൽ ഭവനങ്ങളുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ ഒറ്റ നോട് അറിയാൻ കഴിയില്ല പട്ടികവർഗ കോളനികളുടെ സ്ഥിതി എന്താ. ഞാൻ ചോദിച്ചു, ഒരു 10 സെൻറ്റിൽ 20 വീടാ, ടോയ്ലറ്റ് ഉണ്ടോ, കുടിവെള്ളമുണ്ടോ, ചോർന്നൊലിക്കുന്ന വീട്, ദരിദ്ര കുടുംബങ്ങളല്ല അവർ. എസ്റ്റേറ്റ് മേഖലയിൽ അതിൽ വേറൊന്ന് വ്യാഖ്യാനം വന്നിരിക്കുന്നത്, ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാലും കൈയുമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവർ നമ്മുടെ മന്ത്രി കേളു പറഞ്ഞായിരുന്നു, അവരെ നമുക്ക് ദരിദ്രം എന്ന് വിളിക്കാൻ സാധിക്കില്ല. കാരണം അവര് ശക്തരാണ്, അവർ തന്നെ ശക്തരാണ്. അവര് ശക്തരല്ല എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ശക്തനാണ്. ഞാൻ ആരോടും പരാതി പറയാൻ പോകുന്നില്ല. എൻ്റെ ക്രെഡിബിലിറ്റി വെച്ച് ഞാനൊരു ശക്തനാണ്. അതേ സമയത്ത് ശക്തനല്ല എന്ന് നമുക്കവരെ പറയാൻ പറ്റില്ല, ശക്തനാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവരെ അവരുടെ മനസ്സറിയണം. ഒരു ദരിദ്ര കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു കുടിലിൽ കഴിയുന്ന വ്യക്തിയുടെ അവരുടെ കഷ്ടപ്പാടും അവരുടെ ജീവിത രീതിയും വെച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റുമോ? എന്നിട്ട് അവരോട് നിങ്ങൾ അതിദാരിദ്ര്യ മുക്ത ലിസ്റ്റിൽപ്പെട്ടിരിക്കുക, ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്നിട്ട് അപ്പോൾ അവർ പറയും ഞങ്ങളുടെ വീട് ഇതാണ് അവസ്ഥ, ഞങ്ങളുടെ ചുമറിൻ്റെ അവസ്ഥ ഇതാണ്, കുടിവെള്ളം, പിന്നെ ഞങ്ങൾ ദരിദ്രരല്ലേ എന്ന് അവർ പറയും. അതുകൊണ്ടാണ് കോൺഗ്രസ് എതിർത്തതും ആ പ്രസ്താവന നടത്തിയ സഭയിൽ നിന്നും ബഹിഷ്കരിച്ചതും. അല്ലെങ്കിൽ കോൺഗ്രസ് ബഹിഷ്കരിക്കും. ഈ രാജ്യത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പാർട്ടിയാണ് കോൺഗ്രസ്. അന്നും രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യം ഇനിയും വളരേണ്ടതുണ്ട്. വളരണമെങ്കിൽ ഇന്ത്യയുടെ ആത്മാവ് അന്തി ഉറങ്ങേണ്ടത് ഗ്രാമങ്ങളിലാണ്. അപ്പോൾ ഗ്രാമങ്ങളിൽ അന്തി ഉറങ്ങുന്ന ഇന്ത്യയുടെ ഈ ഭാരതത്തിൻ്റെ ആത്മാവുക്കൾ കൂടിയാണ് നമ്മുടെ ജനങ്ങൾ ജീവിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഓരോ കുടിലുകളുടെയും ഓരോ വീടുകളുടെയും ഓരോ പാവപ്പെട്ട രോഗികളുടെയും വികലാംഗരുടെയും സ്ഥിതി നമുക്കറിയാൻ കഴിയും. അതറിയാനുള്ള സ്വാതന്ത്ര്യം, പഠിക്കാനുള്ള സ്വാതന്ത്ര്യം, റിപ്പോർട്ടാക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. അത് ഗവൺമെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടേണ്ട സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. പക്ഷെ അതൊന്നല്ലല്ലോ നടന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങളത് മാറ്റം ഉണ്ടാവും. അല്ല, ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് BD സതീശൻ, ഉപപ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ ഇതിനെ എതിർക്കുമ്പോൾ
അവർ പെട്ടെന്ന് വന്ന ആളുകളല്ലല്ലോ. അല്ല, രാഷ്ട്രീയ പാരമ്പര്യവും ഐക്യ കേരളത്തിൻ്റെ അന്തസ്സത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ആളുകളില്ലേ. ഈ സുന്ദര കേരളം സുന്ദര കേരളമായി മാറണ്ടേ, ശുചിത്വ കേരളം ശുചിത്വ കേരളമായി മാറണ്ടേ. മാറണമെങ്കിൽ മാറ്റേണ്ടതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ചില തെറ്റിദ്ധാരണകൾ കൊണ്ടുവരുമ്പോൾ ആ തെറ്റിദ്ധാരണകൾ അംഗീകരിക്കപ്പെടില്ലല്ലോ കോൺഗ്രസിൻ്റെ നയം, UDF നയം. അതാണെന്ന് സഭ ബഹിഷ്കരിച്ചത്. അപ്പോൾ സഭ ബഹിഷ്കരിക്കുമ്പോൾ അവരെ മനസ്സിലുണ്ടല്ലോ ഇവിടെ ദരിദ്ര കുടുംബങ്ങളുണ്ട്. ആ ദരിദ്ര കുടുംബങ്ങൾ ഉദാഹരണ സഹിതം വെച്ചാണല്ലോ പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞത്. അപ്പോൾ സത്യമല്ലേ? അതുകൊണ്ട് അടുത്ത ഗവൺമെൻറ് ഒരു മറ്റു നിലപാടുകളുണ്ടാവും. അതിൽ പുരോഗമനം നമുക്ക് പ്രതീക്ഷിക്കാം. കുടുംബങ്ങൾ ഇല്ലാത്തൊരവസ്ഥ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും കാണാൻ സാധിക്കുന്ന വൻ പ്രഖ്യാപനങ്ങൾ വരാറുണ്ട്. അപ്പം തദ്ദേശത്തെ സ്വയം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ധാരാളം പ്രഖ്യാപനങ്ങൾ വന്നു. അതായത് വനിതകൾക്ക് 35-നും 60-നും ഇടയ്ക്കുള്ള വനിതകൾക്ക് 1000 രൂപ കൊടുക്കുന്നു, ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൂട്ടുന്നു, പിന്നെ നെല്ലിൻ്റെ വില താങ്ങുവില 30 രൂപയാക്കി മാറ്റുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ചുറ്റുവട്ടം മുഴുവനുമായിട്ടുള്ള കുറേ പ്രഖ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവർക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു പരാജയം സംഭവിച്ചു. പിന്നെ വരാൻ പോകുന്നതാകുമ്പം വീണ്ടും എംപ്ലോയീസിൻ്റെ സാലറി കൂട്ടലും പെൻഷൻ്റെ വ്യത്യാസം വരുന്നുണ്ട് എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് വെറും ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണോ? കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണ് എന്നൊരു ധാരണ ആർക്കും വേണ്ട. ഞാൻ ചോദിക്കട്ടെ, 10 വർഷം 9 ബഡ്ജറ്റ് അവതരിപ്പിച്ചൊരു ഗവൺമെൻറ്റായത്. 9 ബഡ്ജറ്റ് കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചൊരു ഗവൺമെൻറ്റാണ്. സാധാരണ ഇത്തരം പ്രഖ്യാപനങ്ങൾ വരേണ്ടത് എവിടെയാണ്? ബഡ്ജറ്റിലാണ്. ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാതെ ചില കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അത് രാഷ്ട്രീയ തന്ത്രമാണ്. പാർലമെൻറ്റ് ഇലക്ഷന് മുൻപ് ചട്ടം 300 പ്രസ്താവന മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചു. എത്ര അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്? അതിനുശേഷമാണല്ലോ ആശാ വർക്കർമാർ ഇപ്പോൾ സാലറി വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞു. ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്ര ദിവസത്തെ സമര സഹോദരിമാരിരുന്നത്? ഒരു ദിവസമെങ്കിലും മുഖ്യമന്ത്രി വിളിച്ച് അവരെ ചർച്ച നടത്തിയിട്ടുണ്ടോ? എന്തിനാണ് UDF സഭ ബഹിഷ്കരിക്കാനുള്ള കാരണം ഉണ്ടായത്? പ്രതിപക്ഷ നേതാവ് സഭയിൽ ചോദിച്ചപ്പോൾ അവിടെ സമരം ഇരിക്കുന്ന സഹോദരിമാരെ കളിയാക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ. അതല്ലേ സഭ ബഹിഷ്കരിച്ചത്? എനിക്കൊരു കാഴ്ചപ്പാട് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു സന്തോഷ ദിനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ദിനങ്ങൾ എന്താണ്? ഒരാൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആരെങ്കിലും സംഘടനകൾ സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി അന്നേരം വിളിക്കുമായിരുന്നു ചർച്ചയ്ക്ക്. അവർ എന്തിനു വേണ്ടിയെന്ന് ചോദിക്കുമായിരുന്നു. അത് എന്തായിട്ടില്ല. എത്ര ദിവസമാണ് ആ സഹോദരിമാർ ഇപ്പം ജില്ലാതലത്തിലേക്ക് വ്യാപിപ്പിച്ചല്ലോ സമരം. ഇന്നും പരിഹരിക്കാൻ കഴിഞ്ഞോ? ഒരു നല്ല വാക്ക് ആശാ വർക്കർമാരോട് പറയാനുള്ള മനസ്സ് കാണിക്കേണ്ടതാരും ഗവൺമെൻറ് കാണിച്ചില്ലല്ലോ. അല്ല, അതാണ് ഒരു ഭരണം. അധികാരം IC ബാലകൃഷ്ണൻ അധികാരമുണ്ടെങ്കിൽ അധികാര സ്ഥാനം കണക്കെടുത്തുകൊണ്ട് പാവങ്ങൾ ഇവിടെ വരും. എന്തിനാണ് അദ്ദേഹത്തോട് പറഞ്ഞാൽ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അവരെ പുറങ്കാല് കൊണ്ട് തള്ളിക്കളയലല്ലോ ചെയ്യേണ്ടത്. അവർ പറയുന്ന ഒരു പ്രശ്നം എനിക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ പോലും ഞാൻ കേട്ടിട്ട് അവർക്ക് അതിൻ്റെ വഴി പറഞ്ഞു കൊടുക്കണം. വഴി പറയില്ല മാത്രമല്ല, എന്നാൽ കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ ആലോചിക്കണം. ഈ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. നമ്മൾ ഇടപെട്ടാൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു സംഗതി ഈ ജനാധിപത്യ രാജ്യത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് സമയമെടുക്കും. അപ്പം ഇതൊന്നും ഇവർ അവസാനം ഇത് പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് പെൻഷൻ വർദ്ധിപ്പിച്ചു. ആശാ വർക്കർ സാലറി, അംഗൻവാടി ടീച്ചർമാർക്ക്, വികലാംഗർക്ക്, ക്ഷേമനിധി ബോർഡിലുള്ള അംഗങ്ങളോട് ചോദിച്ചാൽ അറിയാം പെൻഷൻ. ഉമ്മൻചാണ്ടി 3 പെൻഷൻ കൊണ്ടുവന്നല്ലോ. ഒരു വ്യക്തിക്ക് 3 പെൻഷൻ വാങ്ങാം. അത് ഏകീകരിച്ച് തരാ ഒറ്റ പെൻഷനാക്കി മാറ്റിയത് ഇടതുപക്ഷ ഗവൺമെൻറ്റാ. ഞാൻ ചോദിച്ചപ്പോൾ ജനങ്ങളെ ദ്രോഹിച്ചു തരാ. ഒരു വിധവയായ അമ്മ, വിധവ പെൻഷൻ. ആ അമ്മ വാർദ്ധക്യം 65 കഴിഞ്ഞു, വാർദ്ധകാല പെൻഷൻ. ആ അമ്മ വികലാംഗ പെൻഷൻ. 3 പെൻഷൻ വാങ്ങുന്ന ഒരു അമ്മയ്ക്ക്, ഒരു വിധവയായ പ്രായം ചെന്ന വികലാംഗയായ അമ്മയ്ക്ക് 3 പെൻഷൻ ഉമ്മൻചാണ്ടി കൊടുത്തിരുന്നു. അത് ഏകീകരിച്ച് ഒരു ഒറ്റ പെൻഷനാക്കി മാറ്റി. അന്ന് 3000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ പിന്നീട് 1000 ആക്കി മാറ്റിയ ആരാ? ഈ ഗവൺമെൻറ്റാ.